ടേംസ് ആൻഡ് കുറച്ച് ഷോർട്ട് എസ്സേസ് ആണ് ഈ ഓഡിയോയ്ക്കകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൂടിയാട്ടം അഥവാ കുത്തിയാട്ടം. കൂടിയാട്ടം എന്ന് പറയുന്നത് സാൻസ്ക്രിറ്റ് തിയേറ്ററിൻ്റെ ഓൾഡസ്റ്റ് നോൺ ഫോം ആണ്. 10th സെഞ്ചുറി സിയിലാണ് ഒറിജിനേറ്റ് ചെയ്ത് കേരളത്തിൽ. കൂടിയാട്ടം എന്ന് വെച്ചാൽ കൂടിയാടുക, അതായത് ആക്ടിങ് ടുഗെദർ എന്നാണ്. മെയിൽ ആൻഡ് ഫീമെയിൽ പെർഫോമേഴ്സ് കാണും. ചാക്യാർ, നങ്ങ്യാർ, നമ്പ്യാർ, ഈ ഒരു കമ്മ്യൂണിറ്റിയുള്ള ആളുകളെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് പെർഫോം ചെയ്യുന്നതാണ്. അത് ടെമ്പിൾ തിയേറ്റേഴ്സിൽ, അതായത് കൂത്തമ്പലത്തിൽ വെച്ചിട്ടാണ് ഇത് പെർഫോം ചെയ്യുന്നത് കേട്ടോ. ടെമ്പിൾസ് തന്നെയാണ് ഇതിൻ്റെ പേട്രൺസ് എന്ന് പറയുന്നത്, സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ. പിന്നെ രസ അല്ലെങ്കിൽ അഭിനയ, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് പെർഫോമൻസ് നടക്കുന്നത്. സെവറൽ ഡേയ്സ് വരെയോ അല്ലെങ്കിൽ ഈവൻ വീക്സ് വരെയോ പെർഫോമൻസ് എക്സ്റ്റെൻഡ് ചെയ്യാം. ഫോക്കസിങ് ഓൺ വൺ ആക്ട് ഓഫ് എ സാൻസ്ക്രിറ്റ് ഡ്രാമ അറ്റ് എ ടൈം. അപ്പോൾ ചാക്യാർമാരാണ്, ചാക്യാർ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണ് മെയിൽ റോൾസ് പെർഫോം ചെയ്യുന്നത്. നങ്ങ്യാർ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണ് ഫീമെയിൽ റോൾസ് പെർഫോം ചെയ്യുന്നത്. മിഴാവ് എന്ന് പറയുന്നതാണ് ഇവരുടെ ആ ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്, മിഴാവ്. അപ്പം പിന്നെ ആക്ടിങ് വളരെ സ്റ്റൈലൈസ്ഡ് ആണ്. എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഉണ്ട്. ഹാൻഡ് ജസ്റ്റേഴ്സ് അല്ലെങ്കിൽ മുദ്രാസ് യൂസ് ചെയ്യും. ഇലാബറേറ്റ് ആയിട്ടുള്ള ഹെഡ് ഗിയർ, അതായത് തലപ്പാവുണ്ട്. കോസ്റ്റ്യൂംസ് എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സിന് ഡിഫറെൻറ്റ് കോസ്റ്റ്യൂംസ് ആണ്. അപ്പോൾ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ടറി സീക്വൻസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഇൻട്രൊഡക്ടറി സീക്വൻസിനെയാണ് നമ്മൾ പുറപ്പാട് എന്ന് വിളിക്കുന്നത് കേട്ടോ. ആൻഡ് പിന്നെ ആക്ടർ ആയിരിക്കും ക്യാരക്ടേഴ്സിൻ്റെ ഓരോരുത്തരുടെയും ബാക്ക് സ്റ്റോറീസ് നറേറ്റ് ചെയ്യുന്നത്. പിന്നെ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ സാൻസ്ക്രിറ്റ് ലാംഗ്വേജും പ്രാകൃത് ലാംഗ്വേജും ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, ടെമ്പിൾ ഡൈറ്റീസിന് വേണ്ടിയാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് ഓഫർ ചെയ്യുന്നത്, അല്ലാതെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി അല്ല. പിന്നെ ഫേമസ് കൂടിയാട്ട എക്സ്പോണൻസ് എന്ന് പറയുന്നത് മാണി മാധവ ചാക്യാരും അമ്മന്നൂർ മാധവ ചാക്യാരുമാണ് കേട്ടോ. 2001 യുനെസ്കോ ഇതിനെ കൂടിയാട്ടത്തിനെ ഓറൽ ആൻഡ് ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി എന്നുള്ളതിൻ്റെ മാസ്റ്റർ പീസായിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കഥകളിയാണ്. ക്ലാസിക്കൽ ഡാൻസ് ഡ്രാമ ഫോമാണ്. 17th സെഞ്ചുറിയിൽ ഡെവലപ്പ് ചെയ്തു. കൂടിയാട്ടത്തിൽ നിന്നും കൃഷ്ണനാട്ടത്തിൽ നിന്നും ഒക്കെയാണ് ഇത് ഡെവലപ്ഡ്, ഓറിജിനേറ്റ് ചെയ്ത് ഇവോൾവ് ആയെന്നാണ് പറയുന്നത്. കഥ കളി എന്ന് വെച്ചാൽ സ്റ്റോറി പ്ലേ, നറേഷനും ഡാൻസും മ്യൂസിക്കും ഉള്ളത്. തീംസ് രാമായണ മഹാഭാരത പുരാണങ്ങളിൽ നിന്നുള്ള തീംസ് ആണ്. പിന്നെ ജസ്റ്റേഴ്സിലൂടെയും ഫേഷ്യൽ എക്സ്പ്രഷൻസിലൂടെയാണ് പെർഫോം ചെയ്തത്, നോട്ട് സ്പോക്കൺ വേർഡ്സ്. ആക്ടേഴ്സ് ലാബറേറ്റ് മേക്കപ്പും കോസ്റ്റ്യൂംസും ഹെഡ് ഗിയറും തലയിൽ വെക്കുന്ന കിരീടവും ഒക്കെ ഉണ്ട്. ഗ്രീൻ ഫേസ് എന്ന് പറയുന്നത്, പച്ച എന്ന് പറയുന്ന നോബിൾ ഹീറോസിനെ കാണിക്കുന്നു. റെഡ് ബിയർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലൻസിനെ കാണിക്കുന്നു. ബ്ലാക്ക് ഫേസ്, കരി എന്ന് വെച്ചാൽ ഡീമൺസിനെ കാണിക്കുന്നു. ചെണ്ടയും മദ്ദളവും ഡ്രംസും ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. സിംഗർ സ്റ്റോറി മണിപ്രവാളം ലാംഗ്വേജിലാണ് നറേറ്റ് ചെയ്യുന്നത്, അതായത് മലയാളം പ്ലസ് സാൻസ്ക്രിറ്റ് ലാംഗ്വേജിൽ. പിന്നെ പെർഫോമൻസ് നൈറ്റിലും അല്ലെങ്കിൽ ഈവനിങ്ങിലും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നവരസാസ് ഫോളോ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. കഥകളിയുടെ ട്രെയിനിങ് എന്ന് പറയുന്നത് വളരെ റിഗറസ് ആണ്, ഫോക്കസിങ് ഓൺ ഐ മൂവ്മെൻറ്റ്, ബോഡി കൺട്രോൾ ആൻഡ് എക്സ്പ്രഷൻ. പിന്നെ ഇതിനകത്ത് മാർഷൽ ആർട്സിൻ്റെ കുറച്ച് ടെക്നിക്കുകളും കാര്യങ്ങളും ഒക്കെ ബ്ലെൻഡ് ചെയ്ത് വരുന്നുണ്ട്. നോട്ടബിൾ കഥകളി പ്ലേ റൈറ്റ്സ് എന്ന് പറയുന്ന ഉണ്ണായി വാര്യരുടെ നളചരിതവും കൊട്ടാരക്കര തമ്പുരാൻ്റെ രാമനാട്ടവും. നെക്സ്റ്റ് ഫോക്ക് തിയേറ്ററും അതിൻ്റെ എമർജൻസ് ആൻഡ് ഫീച്ചേഴ്സ് ആണ്. ഫോക്ക് തിയേറ്റർ എന്ന് വെച്ചാൽ ഒരു പോപ്പുലർ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആർട്ട് ഫോമാണ്. റൂറൽ ഇന്ത്യയിലാണ് അതുള്ളത്. റിച്വൽസ്, ഫെയർസ്, ഫെസ്റ്റിവൽസ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെലിബ്രേഷൻസിൽ നിന്നാണ് ഇതൊക്കെ എമേഴ്സ്ഡ് ആയത്. ഓറൽ ട്രഡീഷണൽ സ്റ്റോറി ടെല്ലിങ്ങിനെ ബേസ് ചെയ്തിട്ടായിരുന്നു പണ്ട്, പിന്നീട് ഇപ്പോൾ റിട്ടേൺ ഡ്രാമയായിട്ട് മാറിയിട്ടുണ്ട്. ഫോക്ക് തിയേറ്ററിനകത്ത് മ്യൂസിക്കും ഡാൻസും ആക്ടിങ്ങും ഡയലോഗ്സും എല്ലാം ഉണ്ട്. സോഷ്യൽ ആൻഡ് മോറൽ വാല്യൂസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഫോക്ക് തിയേറ്റേഴ്സ് പിന്നെ പെർഫോം ചെയ്യുന്നത്. ഒരു റീജിയൻ്റെ ലോക്കൽ കൾച്ചർ, ഡയലക്റ്റ്, മിത്ത്, ലെജൻസ് ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആക്കുന്നുണ്ട്. ഓപ്പൺ സ്പേസിൽ അല്ലെങ്കിൽ വില്ലേജ് കോർട്ട്യാർഡ്സിൽ മിനിമം പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടാണ് പെർഫോമൻസ് നടത്തുന്നത്. ഇറ്റ് ഈസ് എ ടൂൾ ഓഫ് എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ മോറൽ ഇൻസ്ട്രക്ഷൻ ആൻഡ് സോഷ്യൽ അവയർനെസ്. ഫോക്ക് പ്ലേസിനകത്ത് ഹ്യൂമറും സറ്റയറും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്, പൊളിറ്റിക്സിനെ കുറിച്ചും എവരുടെ ലൈഫിനെ കുറിച്ചൊക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി. നോൺ പ്രൊഫഷണൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളായിരിക്കും, അല്ലെങ്കിൽ വില്ലേജേഴ്സോ ടെമ്പിൾ പെർഫോമേഴ്സോ ഒക്കെ ആയിരിക്കും ഇത് പെർഫോം ചെയ്യുന്നത്. കോസ്റ്റ്യൂംസ് കളർഫുള്ളും സിംബോളിക് ആയിരിക്കും. ഫോക്ക് തിയേറ്റർ ഇൻട്രാക്റ്റീവ് ആണ്, ഓഡിയൻസുമായിട്ട് ഇൻവോൾവ് ചെയ്ത് ഓഡിയൻസിൻ്റെ പാർട്ടിസിപ്പേഷനും ഇംപ്രവൈസേഷൻസിനെയാണ് ലാർജ്ലി ബേസ് ചെയ്തിരിക്കുന്നത്. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ രാംലീല എന്ന് പറഞ്ഞൊരു ഫോക്ക് തിയേറ്റർ ഉണ്ട്, ജത്ര ബംഗാളിൽ, മഹാരാഷ്ട്രയിലെ തമാശ, യക്ഷഗാന ഇൻ കർണാടക. സോങ്സും ഡാൻസസും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും ഒക്കെ ഇതിൻ്റെ ഒരു വലിയ ഭാഗമാണ്. ഫോക്ക് തിയേറ്ററിൻ്റെ ക്ലാസിഫിക്കേഷനാണ് അടുത്ത് നോക്കുന്നത്. ഫോക്ക് തിയേറ്റർ, ഇന്ത്യയിലെ ഫോക്ക് തിയേറ്റർ വളരെ ഡൈവേഴ്സ് ആൻഡ് റീജിയൻ സ്പെസിഫിക് ആണ്. ഇപ്പോൾ റിലീജിയസ് അല്ലെങ്കിൽ മിസ്റ്റിക്കൽ തിയേറ്റർ ഉണ്ട്, അതായത് ഡിവൈൻ സ്റ്റോറീസിനെ ബേസ് ചെയ്തിട്ടുള്ള ഫോക്ക് തിയേറ്റർ ഉണ്ട്. അതാണ് രാമലീല, കൃഷ്ണലീല, യക്ഷഗാന എന്ന് പറയുന്നത്. പിന്നെ സെക്യുലർ അല്ലെങ്കിൽ സോഷ്യൽ തിയേറ്റർ ഉണ്ട്, അത് എവറിഡേ ലൈഫിനെ സോഷ്യൽ സിറ്റേറിനെ ബേസ് ചെയ്തിരിക്കും. അതാണ് ജത്ര അല്ലെങ്കിൽ തമാശ. പിന്നെ ഡാൻസ് ഓറിയൻറ്റഡ് തിയേറ്റർ ഉണ്ട്, ഡാൻസും ഡ്രാമയും കൂടെ ഉള്ളത്, അതാണ് തെരുക്കൂത്ത്, അത് തമിഴ്നാട്ടിലാണുള്ളത്. ഗുജറാത്തിൽ ഭവായ്. മ്യൂസിക്കൽ തിയേറ്റർ ഉണ്ട്, അതായത് സോങ് നറേഷനെ ബേസ് ചെയ്തിരിക്കും. അത് ഛത്തീസ്ഗറിൽ പാണ്ഡവാനി എന്നും ഹരികഥ എന്ന് സൗത്ത് ഇന്ത്യയിലും അറിയപ്പെടുന്നു. പപ്പറ്റ് തിയേറ്റർ എന്ന് പറഞ്ഞ് സ്റ്റോറി ടെല്ലിംഗ് വിത്ത് പപ്പറ്റ്സ്, അതെന്ന് പറയുന്നത് രാജസ്ഥാനിലെ കത്പുട്ലിയും തമിഴ്നാടുവിലെ ബൊമ്മലാട്ടവും.
പപ്പറ്റിനെ വെച്ചിട്ട്, പാവയെ വെച്ചിട്ട് പറയുന്നത്. നറേറ്റീവ് തിയേറ്റർ ഉണ്ട്, അതായത് സോളോ നറേറ്റേഴ്സ് ആയിരിക്കും കഥ പറഞ്ഞു പോകുന്നത്. ബുറാക്ക് കഥയെന്നും ഒഗ്ഗു കഥയെന്നും ഒക്കെ പറഞ്ഞ് ഫോക്ക് തിയേറ്റേഴ്സിൻ്റെ പല ക്ലാസിഫിക്കേഷനുണ്ട്. അപ്പോൾ ഓരോ ഫോമിനകത്താണെന്നുണ്ടെങ്കിൽ ലോക്കൽ ഡൈറ്റീസിനെയും മിത്തിനെയും ഹീറോസിനെയൊക്കെ കാണിക്കും. പെർഫോമൻസ് സീസണലാണ്, ചിലപ്പോൾ അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ റിലീജിയസ് ഫെസ്റ്റിവൽസിൻ്റെ ആ സമയത്തായിരിക്കും ഇത് വരുന്നത്. കോസ്റ്റ്യൂംസും മേക്കപ്പും ഓരോ കമ്മ്യൂണിറ്റിക്കും ഒക്കേഷൻ അനുസരിച്ചും ഡിഫറൻ്റ് ആയിരിക്കും. ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ദോലക്ക് എന്നുള്ള ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, ഹാർമോണിയം ഉണ്ട്, മൃദംഗമുണ്ട്, ഫ്ലൂട്ട് ഉണ്ട്. സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷനും ഉണ്ട്. ചിലതിനകത്ത് മെയിൽ ഡോമിനേറ്റഡ് ആയിരിക്കും, ചിലതിനകത്ത് ഫീമെയിൽ പെർഫോമൻസും ഉണ്ട്. ഡയലോഗ്സ് ഞാൻ പറഞ്ഞതുപോലെ സ്പോണ്ടേനിയസും റിതമിക്കുമായിരിക്കും. പാട്ട് പാടിയായിരിക്കും, അല്ലാതെ സംസാരിക്കത്തില്ല ഡയലോഗ്സ്. നെക്സ്റ്റ്, എന്താണ് സഹൃദയ എന്നുള്ള കോൺസെപ്റ്റ്? സഹൃദയ എന്ന് വെച്ചാൽ സാൻസ്ക്രിറ്റ് ടേം ആണ്. സഹൃദയ എന്ന് വെച്ചാൽ സെൻസിറ്റീവ് സ്പെക്ടേറ്റർ അല്ലെങ്കിൽ വൺ വിത്ത് എ ഹാർട്ട് എന്നാണ്. അത് ഭരതയുടെ നാട്യശാസ്ത്രത്തിലാണ് ശരിക്കും പറഞ്ഞ ഒറിജിനേറ്റഡ് ആയത്, ഈസ്തറ്റിക് തിയറിയിൽ. സഹൃദയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലായിട്ടും ഇൻ്റലക്ച്വലായിട്ടും ഒരു വർക്ക് ഓഫ് ആർട്ടിനോട് സിമ്പതൈസ് ചെയ്ത് കാണുന്നു, അതാണ് സഹൃദയ, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നു, അതാണ് സഹൃദയ എന്ന് പറയുന്നത്. ഈസ്തറ്റിക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു സ്പെക്ടേറ്റർ. അപ്പോൾ ഒരു സഹൃദയയ്ക്ക് മാത്രമേ ഫുള്ളി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓഡിയൻസിൻ്റെ റോള് പാസീവ് അല്ല ഒരു ആർട്ട് ഫോം കാണുമ്പോൾ, അത് ഇമോഷണലി ഇമാജിനേറ്റീവ്, അവർ പെർഫോമൻസുമായിട്ട് എൻഗേജ് ചെയ്തിരിക്കണം. അപ്പം പെർഫോമറും സ്പെക്ടേറ്ററും ഒരു കമ്മ്യൂണിക്കേറ്റീവ് ബോണ്ട് അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് അവർ തമ്മിൽ ഉണ്ടായിരിക്കണം. ഇതാണ് സഹൃദയ എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് നങ്ങ്യാർ കൂത്താണ്. നങ്ങ്യാർ കൂത്ത് എന്ന് പറയുന്ന സോളോ ഡാൻസ് പെർഫോമൻസ് ആണ്, ബൈ സ്ത്രീകളാണ് പെർഫോം ചെയ്യുന്നത്. കൂടിയാട്ടത്തിൽ നിന്ന് വന്നതാണ്. നങ്ങ്യാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽ മെമ്പേഴ്സ് ഓഫ് അമ്പലവാസി നമ്പ്യാർ കാസ്റ്റ്, അവരാണിത് പെർഫോം ചെയ്യുന്നത്. ഇൻസൈഡ് ടെമ്പിൾ തിയേറ്റേഴ്സ് കൂത്തമ്പലത്തിൽ വെച്ചാണ് പെർഫോം ചെയ്യുന്നത്. നറേഷനും ജസ്റ്ററും ഫേഷ്യൽ എക്സ്പ്രഷൻസും എല്ലാം ഉണ്ട്. കൃഷ്ണന്റെ ലൈഫിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉള്ളത്. ശ്രീകൃഷ്ണ ചരിതമായിരിക്കും ഇവരെപ്പോഴും ചെയ്യുന്നത്, ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. സ്റ്റോറി ടെല്ലിങ്ങും ഡാൻസും മൈമും ആണുള്ളത്. സ്പോക്കൺ ഡയലോഗ് ഇല്ല. മിഴാവ് വെച്ചിട്ടാണ് നമ്പ്യാർ മാൻ മിഴാവ് വെച്ചിട്ട് പെർഫോം ചെയ്യും അല്ലെങ്കിൽ പ്ലേ ചെയ്യും, ഒരു റിതമിക് അക്കമ്പനിമെന്റ് ആയിട്ട്. സിമ്പിൾ വൈറ്റ് കോസ്റ്റ്യൂമാണ് ഇവരിടുന്നത്. ഗോൾഡ് ഓർണമെന്റ്സും ഡെക്കറേറ്റീവ് ഹെഡ് പീസും ഉണ്ട്. പിന്നെ ഫേഷ്യൽ എക്സ്പ്രഷനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ഫുൾ ഇരിക്കുന്നത്. നവരസാസും ഉണ്ട്. നറേഷൻ മണിപ്രവാളത്തിലായിരിക്കും, സാൻസ്ക്രിറ്റിലും മലയാളത്തിലും മിക്സിൽ വെച്ചിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. മിക്കവാറും ഭഗവതി ഷ്രൈൻസിലൊക്കെ ആയിരിക്കും ഉള്ളത്. എക്സാമ്പിൾ ഉഷ നങ്ങ്യാരുണ്ട്, മാർഗി സതിയുണ്ട് കേട്ടോ. ഫേമസ് ആയിട്ടുള്ള പെർഫോമേഴ്സാണ് നങ്ങ്യാർ കൂത്തിൻ്റെ. ഫേമസ് ഡ്രമാറ്റിസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഭാസ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സ്വപ്നവാസവദത്വവും ഊരുഭംഗ എന്നുള്ള വർക്ക് എഴുതിയ ആളാണ്. കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം, വിക്രമോർവശീയം, മാളവികാഗ്നിമിത്രം. പിന്നെ ഭാവഭൂതി എന്ന് പറഞ്ഞ് ഇമോഷണൽ ഇൻറ്റൻസിറ്റിയെ മാത്രം ഫോക്കസ് ചെയ്ത് എഴുതുന്ന ഒരാളുണ്ടായിരുന്നു. ഉത്തര രാമചരിതമാണ് അയാളുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക്. പിന്നെ ശൂദ്രക എന്ന് പറഞ്ഞ ഒരാൾ, അയാളുടെ വർക്കാണ് മൃച്ഛഘടിക. അത് റിയലിസ്റ്റിക് സോഷ്യൽ ലൈഫിനെയാണ് പറയുന്നത്. മൃച്ഛഘടിക എന്ന് വെച്ചാൽ ദ ലിറ്റിൽ ക്ലേ കാർട്ട്. രവീന്ദ്രനാഥ് ടാഗോറിന്റെ സ്പിരിച്വൽ ആൻഡ് ഹ്യൂമനിസ്റ്റിക് ഐഡിയൽസ് ഉണ്ട് പോസ്റ്റ് ഓഫീസിനകത്തും ചിത്ര എന്നുള്ള വർക്കിനകത്തും ഒക്കെ. ശ്രീ അരബിന്ദോ എന്ന് പറയുന്ന അദ്ദേഹം മിസ്റ്റിക്കൽ പോയിറ്റിക് പ്ലേസ് ആണ് എഴുതിയത്. പിന്നെ ഗിരീഷ് ചന്ദ്ര ഘോഷ് എന്ന് പറഞ്ഞ ബംഗാളി തിയേറ്ററിലെ ചൈതന്യ ലീല അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കാണ്. ഗിരീഷ് കർണാട് മിത്ത് മോഡേണിറ്റിയും കൂടെ ബ്ലെൻഡ് ചെയ്ത് എഴുതിയ തുഗ്ലക്ക്, ഹയവദന, നാഗമണ്ഡല. പിന്നെ ബാദൽ സർക്കാരിൻ്റെയാണ് തേർഡ് തിയേറ്റർ മൂവ്മെൻറ്റ്, അത് എവം ഇന്ദ്രജിത്തും പിന്നെന്താണ് പഗ്ല ഘോഡ എന്നുള്ള വർക്ക്. വിജയ് ടെണ്ടുൽക്കറിൻ്റെ വർക്കിനകത്ത് സോഷ്യൽ ഹിപ്പോക്രസിയെക്കുറിച്ചും വയലൻസിനെ കുറിച്ചുമാണുള്ളത്. സൈലൻസ് ദ കോർട്ടിസൺ സെഷൻ എന്നുള്ളതാണ് വിജയ് ടെണ്ടുൽക്കറിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലേ. മഹേഷ് ദത്താനിയാണ് ഫസ്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇന്ത്യൻ ഡ്രമാറ്റിസ്റ്റ്. ജെൻഡറിനെ കുറിച്ചും ഐഡന്റിറ്റിയെ കുറിച്ചുമാണ് അദ്ദേഹം ഡാൻസ് ലൈക്ക് എ മാൻ എന്നുള്ള പ്ലേക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഹബീബ് തൻവീർ എന്ന് പറഞ്ഞൊരു ഒരു റൈറ്ററുണ്ട്, അദ്ദേഹം ഫോക്ക് ഫോംസും മോഡേൺ തീംസും. പിന്നെ KN പണിക്കരുണ്ട്, അത് ട്രഡീഷണൽ കേരള ഫോംസും കണ്ടംപററി തിയേറ്ററും കൂടെ ബ്ലെൻഡ് ചെയ്ത് എഴുതി. പിന്നെ മഞ്ജുള പത്മനാഭൻ, ഫെമിനിസ്റ്റ് ആൻഡ് ഫ്യൂച്ചറിസ്റ്റിക് പ്ലേസ് ആണ് അവർ എഴുതുന്നത്. ഹാർവസ്റ്റ് എന്നുള്ളതാണ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് വർക്ക് അവരുടെ. അടുത്ത സെനേക്കൻ ട്രാജഡി എന്താണെന്നാണ്. സെനേക്കൻ ട്രാജഡി എന്ന് പറയുന്നത് സെനേക്ക എന്ന് പറയുന്ന റോമൻ ഫിലോസഫർ ആൻഡ് പ്ലേ റൈറ്റ് ആണ്. അദ്ദേഹത്തിന്റെ പ്ലേസിനെ ബേസ് ചെയ്ത് എഴുതിയാണ് സെനേക്കൻ ട്രാജഡി. അപ്പം അതായത് ഇത് പെർഫോമൻസിന് വേണ്ടിയുള്ള പ്ലേസ് അല്ല, റിസൈറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റെസിറ്റേഷന് വേണ്ടിയുള്ള പ്ലേസ് ആണ്. റെനസൻസ് പീരീഡിനാണ് ഇതിനെ റീഡിസ്കവർ ചെയ്തെടുത്തത്. എലിസബത്തൻ ഡ്രാമ ഇത് ഹെവിലി ഇൻഫ്ലുവൻസ് ചെയ്തു. സെനേക്കൻ ട്രാജഡീസ് എന്ന് പറയുമ്പോൾ ട്രാജഡീസ് ഓഫ് റിവെഞ്ച്, പാഷൻ ആൻഡ് മോറൽ കറപ്ഷൻ ആണ്. ഗോസ്റ്റ്, സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ്, വയലൻസ് ഒക്കെ കാണും. ആക്ഷൻ എന്ന് പറയുന്നത് മെസ്സഞ്ചേഴ്സ് ആയിരിക്കും യൂഷ്വലി നറേറ്റ് ചെയ്യുന്നത്. പിന്നെ 5 ആക്ട് പ്ലേ ആണുള്ളത്. ലോങ് സ്പീച്ചസും സൊളിലക്കീസും ഉണ്ട്. പിന്നെന്താണ് ഹൈലി ഡ്രമാറ്റിക് ആണ്. കോറസ് ഉണ്ട്. കോറസ് മോറൽ ജഡ്ജ്മെന്റിന് വേണ്ടിയും തീംസ് കമന്റ് ചെയ്യാൻ വേണ്ടിയാണ്. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് സെനേക്കൻ ട്രാജഡിക്ക് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ മെഡിയ, ഫെയ്ഡ്ര, ഈഡിപ്പസ് ഇതൊക്കെ വരുന്നുണ്ട്. തോമസ് കിഡിന്റെ സ്പാനിഷ് ട്രാജഡിയും ഷേക്സ്പിയറിന്റെ ഹാംലെറ്റും എല്ലാം ഇതിൽ ഇൻഫ്ലുവൻസ് ആയിട്ട് എഴുതിയതാണ് കേട്ടോ. തീംസ് റിവെഞ്ച്, മാഡ്നസ് എല്ലാം വരുന്നുണ്ട്. ഫ്യൂട്ടിലിറ്റി ഓഫ് ലൈഫ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
മാസ്ക് ഇൻ തിയേറ്റർ. മാസ്ക് എന്ന് വെച്ചാൽ ഓൾഡസ്റ്റ് തിയേറ്ററിക്കൽ ഡിവൈസ് ആണ്. ഗ്രീക്ക് തിയേറ്ററിൽ മാസ്ക് വെച്ചിട്ട്, മാസ്ക് എന്ന് വെച്ചാൽ മുഖംമൂടി, ക്യാരക്ടേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ട്രാജഡിയും കോമഡിയും തമ്മിൽ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാനും മാസ്ക് ഉപയോഗിച്ചിരുന്നു. മാസ്ക് ശരിക്കും പറഞ്ഞാൽ ആക്ടറിന്റെ വോയിസിനെ ആംപ്ലിഫൈ ചെയ്തിരുന്നു. പിന്നെ റോമൻ ആൻഡ് ആഫ്രിക്കൻ തിയേറ്ററിൽ മാസ്ക് സിംബലൈസ് ചെയ്തിരുന്ന ഗോഡ്സ്, ആൻസെസ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്പിരിറ്റിനെയാണ്. ഓക്കെ, ജാപ്പനീസ് വർക്കിനകത്തും ഒക്കെ മാസ്ക് റെപ്രസെന്റ് ചെയ്യുന്നത് ഗോസ്റ്റിനെയും ഡൈറ്റീസിനെയാണ്. പിന്നെ ഒരു ക്യാരക്ടറിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മാസ്ക് യൂസ് ചെയ്തിരുന്നത് കേട്ടോ. ഒരു അനോണിമിറ്റിക്ക് വേണ്ടിയും യൂണിവേഴ്സാലിറ്റിക്ക് വേണ്ടിയും മാസ്ക് നമ്മൾ യൂസ് ചെയ്തിരുന്നു. പിന്നെ റെസ്റ്റോറേഷൻ ട്രാജഡി അല്ലെങ്കിൽ ഹീറോയിക് പ്ലേ. റെസ്റ്റോറേഷൻ ട്രാജഡി റെസ്റ്റോറേഷൻ ഓഫ് ചാൾസ് ടൂവിന് ശേഷമാണ് വന്നത്. തിയേറ്റേഴ്സ് പ്യൂരിറ്റൻ സപ്രഷന് ശേഷം ഓപ്പൺ ആക്കി. ജോൺ ഡ്രൈഡൻ ആയിരുന്നു ഹീറോയിക് പ്ലേ പോപ്പുലറൈസ് ചെയ്തത്. ഹീറോസ് വളരെ നോബിളും കറേജിയസും ആയിരിക്കും, ഡിവോട്ടഡ് ടു ലവ് ആൻഡ് ഓണർ ആയിരിക്കും. റൈബ്ഡ് കപ്ലറ്റിലായിരിക്കും എഴുതിയിരിക്കുന്നത് പ്ലേസ് എല്ലാം. എക്സാജറേറ്റഡ് റൊമാൻറ്റിക് ആയിരിക്കും. ലവ് ആൻഡ് ഡ്യൂട്ടി, പാഷൻ ആൻഡ് ഓണർ ഒക്കെ ആയിരിക്കും തീംസ് ആയിട്ട് വരുന്നത്. സ്ത്രീകൾ വളരെ വിർച്വസ് ആൻഡ് ഐഡിയലൈസ്ഡ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. കോമൺ സ്ട്രക്ചർ എലമെന്റ് എന്ന് വെച്ചാൽ 5 ആക്ട് ആയിരിക്കും. ലോങ് സ്പീച്ചസ് കാണും. ഡ്രൈഡന്റെ ദ കോൺക്വസ്റ്റ് ഓഫ് ഗ്രാനഡ ആൻഡ് ഓൾ ഫോർ ലവ്, ഇതൊക്കെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലേ എന്ന് പറയുന്നത്. പിന്നെന്താണ്, പിന്നീട് ക്രിട്ടിക്സ് ഈ ഒരു പ്ലേ ആർട്ടിഫിഷ്യലായിട്ട് കൺസിഡർ ചെയ്തു. ആൻഡ് അതാണ് സെന്റിമെന്റൽ ട്രാജഡീസിന് വഴിയൊരുക്കിയത്. ഓക്കെ, റൊമാൻറ്റിസിസവും അതിൻ്റെ ഫീച്ചേഴ്സുമാണ്. ഇതൊരു മേജർ ലിറ്ററി ആൻഡ് ആർട്ടിസ്റ്റിക് മൂവ്മെന്റ് ആയിരുന്നു 18th and 19th centuryയിൽ. നിയോ ക്ലാസിസത്തിന് എതിരെ വന്നെയാണ് ഈ ഒരു റൊമാൻറ്റിസിസം എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഇമോഷൻ, ഇമാജിനേഷൻ, ഇൻഡിവിജ്വൽ ഫ്രീഡത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. റൂൾസിനും പിന്നൊന്നും അല്ല ഇമ്പോർട്ടൻസ് കൊടുത്തത്. റൊമാൻറ്റിക് ഡ്രാമ ഈ ക്ലാസിക്കൽ യൂണിറ്റി ഓഫ് ടൈം, പ്ലേസ് ആൻഡ് ആക്ഷനെ റിജക്ട് ചെയ്തു. റിബല്യസ് ഹീറോസിനെയാണ് പോർട്രേ ചെയ്തത്, സൊസൈറ്റിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന പോലെ. നേച്ചറിനെ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷനായിട്ട്, മോറൽ ട്രൂത്തുമായിട്ടുമായിരുന്നു പിന്നെ പോർട്രേ ചെയ്തിരുന്നത്. തീംസ് ലവ്, ലിബർട്ടി, ഡെത്ത്, ബ്യൂട്ടി ആൻഡ് സൂപ്പർ നാച്ചുറൽ. ക്യാരക്ടേഴ്സിനെ വളരെ ഐഡിയലൈസ്ഡ് ആയിട്ടായിരുന്നു. പാഷനേറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്, ലോജിക്കൽ ക്യാരക്ടേഴ്സ് അല്ല. റൈറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഷെല്ലി ഉണ്ട്, ബൈറൺ ഉണ്ട്, ഗദയുണ്ട്, വിക്ടർ ഹ്യൂഗോ ഉണ്ട്. ലാംഗ്വേജ് എന്ന് പറയുന്ന പൊയറ്റിക്കും ലിറിക്കലും സിംബോളിക്കും ആയിരുന്നു. അടുത്ത ജോൺ ഗാൽസ്വർത്തി എന്ന് പറഞ്ഞ ഒരു റൈറ്ററിനെ കുറിച്ചാണ്. അദ്ദേഹം ബ്രിട്ടീഷ് നോവലിസ്റ്റ് ആൻഡ് ഡ്രമാറ്റിസ്റ്റ് ആണ്. സോഷ്യൽ റിയലിസമാണ് അദ്ദേഹത്തിന്റെ വർക്ക്സിനകത്തുള്ളത് കേട്ടോ. സോഷ്യൽ ഇക്വാളിറ്റിയെ കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള വർക്ക്സാണ് ഇദ്ദേഹത്തിൻ്റെത്. ഇൻജസ്റ്റിസ്, ഹിപ്പോക്രസി, ക്ലാസ് കോൺഫ്ലിക്റ്റ് ഒക്കെയാണ് ഇദ്ദേഹം ഫോക്കസ് ചെയ്തത്. ന്യൂ റിയലിസ്റ്റ് സ്കൂൾ എന്നുള്ള ഒരു സ്കൂളിൽ ബിലോങ് ചെയ്യുന്ന ആളാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്, അലോങ് വിത്ത് ബെർണാഡ് ഷോ. ലാംഗ്വേജ് സിമ്പിളും പ്രിസൈസും ആയിരുന്നു. മേജർ പ്ലേ എന്ന് പറയുന്നത് സിൽവർ ബോക്സ് ആണ്. അത് ഈ റിച്ച് ആൻഡ് പുവർ അല്ലെങ്കിൽ അനീതിക്കെതിരെ, ആ ഒരു സംഭവത്തിനെതിരെയുള്ളതാണ് ഈ ഒരു വർക്ക്. സ്ട്രൈഫ് എന്നുള്ളൊരു പ്ലേയും എഴുതിയിട്ടുണ്ട്. വർക്കേഴ്സും മാനേജ്മെന്റും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ആണുള്ളത്. ജസ്റ്റിസ് എന്ന് പറഞ്ഞൊരു പ്ലേ എഴുതിയിട്ടുണ്ട്, നോവൽ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് പ്രിസൺ സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ക്യാരക്ടേഴ്സ് റിയലിസ്റ്റിക്കും പിന്നെന്താണ് മോറൽ ആൻഡ് എത്തിക്കൽ ഡൈലമാസ് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഫേസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ്. മെലോ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒന്നുമില്ല ഇതിനകത്ത്. പിന്നെ സൊസൈറ്റിയെ റിഫോം ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് മാത്രമാണ് ഇദ്ദേഹം എഴുതിയത്. നോബൽ പ്രൈസ് ലിറ്ററേച്ചർ 1932 ഇദ്ദേഹത്തിന് കിട്ടി. ഇനി പൊയറ്റിക് ഡ്രാമയും പ്രോസ് ഡ്രാമയുമാണ്. പൊയറ്റിക് ഡ്രാമ എന്ന് വെച്ചാൽ ഡ്രാമ റിട്ടൺ ഇൻ വേർഡ്സ് ഫോം. പ്രോസ് ഡ്രാമ എന്ന് വെച്ചാൽ എവറിഡേ സ്പീച്ചിൽ നാച്ചുറലായിട്ട് എഴുതുന്നത്. പൊയറ്റിക് ഡ്രാമയ്ക്കകത്ത് ഇമോഷണലും റിഥമും എലിവേറ്റ് ചെയ്ത് കാണിക്കും, പോയട്രിയോ ആക്ഷനുമായിട്ട്. സിംബലിസം, ഇമേജറി, മ്യൂസിക്കൽ ലാംഗ്വേജ് ആയിരിക്കും. സോഫോക്ലിസും ഷേക്സ്പിയറും ഒക്കെ ഒരു പൊയറ്റിക് ഡ്രാമാസിലൊക്കെ എഴുതിയിട്ടുണ്ട്. മോഡേൺ ടൈംസിൽ T.S. ഇലിയട്ട്, ക്രിസ്റ്റഫർ ഫ്രൈ ഒക്കെയാണ് എഴുതിയിട്ടുള്ളത് പൊയറ്റിക് ഡ്രാമയിൽ. T.S. ഇലിയട്ടിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് മോഡേൺ ദ കത്തീഡ്രലും പിന്നെ ദ ഫാമിലി റിയൂണിയനും ഒക്കെ പൊയറ്റിക് ഡ്രാമ ഫോമിലാണ് എഴുതിയിരിക്കുന്നത്. സ്പിരിച്വൽ, മോറൽ ആൻഡ് ഫിലോസഫിക്കൽ തീംസ് ആണുള്ളത്. കോറസ് ഒക്കെ ഉണ്ട്. പിന്നെന്താണ്, പ്രോസ് ഡ്രാമയ്ക്കകത്ത് റിയലിസം, ഡയലോഗ്സ് ഉണ്ട്, സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഇതൊക്കെയാണ്. ഹെൻറി കിബ്സൺ, ബെർണാഡ് ഷോ, ജോൺ ഗാൽസ്വർത്തി ഒക്കെയാണ് പ്രോസ് ഡ്രാമാസ് എഴുതിയിട്ടുള്ളത്. പ്രോസ് ഡ്രാമ നാച്ചുറൽ സ്പീച്ചിലും പിന്നെ റിയലിസത്തിലുമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടോ. എവരുടെ റിയാലിറ്റിയെ കുറിച്ചൊക്കെയാണ്. മോഡേൺ റൈറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ റൈറ്റേഴ്സ് വേർഡ്സ് പ്രോസും കൂടെ മിക്സ് ചെയ്തും എഴുതാറുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ കോൺസെപ്റ്റും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. എന്നാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ തിയേറ്റർ സ്റ്റഡീസിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് ഇത്.